എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റുമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ വന്നിരിക്കുന്നത്. അതായത് സാമ്പത്തിക പുരോഗതി ആഗ്രഹിക്കാത്ത മനുഷ്യരില്ലല്ലോ. സാമ്പത്തിക പുരോഗതി ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ജ്യോതിഷത്തിൽ ജാതകത്തിലെ ചില പ്രത്യേക യോഗങ്ങൾ ധനപരവും സാമ്പത്തിക വളർച്ചയും സൂചിപ്പിക്കുന്നു. അപ്പോൾ ജാതകത്തിൽ സാമ്പത്തിക പുരോഗതിക്ക് ഉള്ള പ്രത്യേക സൂചനകൾ എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയൊക്കെ ലളിതമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ വിശദീകരിക്കാമെന്ന് വിചാരിക്കുന്നു. ജ്യോതിഷത്തിൽ താല്പര്യമുള്ളവർക്കും സ്വന്തം ജാതകം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമെല്ലാം ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിരിക്കും. ഈ ഒരു വീഡിയോ മൊത്തം കാണുവാൻ ശ്രമിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ സംശയങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് ലളിതമായ ചില കർമ്മങ്ങൾ വഴി ധനപ്രവാഹം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇതിന് ജാതക പരിശോധന വളരെ അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ ജാതക പരിശോധന എന്ന് പറയുമ്പോൾ ജാതകത്തിലെ ധനലഗ്നത്തെ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അതെങ്ങനെയെന്ന് പറയാം. ശ്രീ ബി വി രാമൻ്റെ ഹൗ ടു ജഡ്ജ് എ ഹൊറോസ്കോപ്പ് എന്ന ഗ്രന്ഥത്തിൽ ഈ രീതി വിശദീകരിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഓരോ ഗ്രഹങ്ങൾക്കും നിശ്ചിത കലകൾ നൽകിയിരിക്കുന്നു. അതായത് സൂര്യന് 30 കലകൾ, ചന്ദ്രന് 16 കലകൾ, ചൊവ്വയ്ക്ക് 6 കലകൾ, ബുധന് 8, വ്യാഴത്തിന് 10, ശുക്രന് 12, ശനിക്ക് 1 എന്നിങ്ങനെയാണ് കലകൾ കൊടുത്തിരിക്കുന്നത്. ജാതകത്തിൻ്റെ ലഗ്നത്തിൽ നിന്നും ചന്ദ്രനിൽ നിന്നുമുള്ള 9ാം ഭാവത്തിൻ്റെ അധിപന്മാരെ കണ്ടെത്തുകയാണ് ആദ്യം വേണ്ടത്. ആ ഗ്രഹങ്ങളുടെ കലകൾ ഒന്നിച്ചു കൂട്ടുക. അത് 12ൽ കൂടുതലാണെങ്കിൽ അതിനെ 12 കൊണ്ട് ഹരിച്ച് ശിഷ്ടം കാണുക. പ്രസ്തുത ശിഷ്ടം ചന്ദ്രസ്ഥിത രാശി മുതൽ എണ്ണിക്കിട്ടുന്നതാണ് ആ ജാതകത്തിലെ ധനലഗ്നം. നമുക്ക് ഉദാഹരണത്തിലൂടെ ഇത് വിശദീകരിക്കാം. 1965 ജനുവരി 27 4:45 AM ജനിച്ച ഒരു ഗ്രഹനിലയാണ് ഉദാഹരണമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ജാതകത്തിൽ ലഗ്നത്തിൻ്റെ 9ാം ഭാവാധിപൻ സൂര്യനും ചന്ദ്രൻ്റെ 9ാം ഭാവാധിപൻ ചന്ദ്രൻ തന്നെയുമാണ്. അതായത് വൃശ്ചികം രാശി ജാതനാണ്. അപ്പോൾ അതിൻ്റെ 9ാം ഭാവം കർക്കിടകം, അതിൻ്റെ അധിപൻ ചന്ദ്രൻ. ഇനി സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും കലകൾ ഒന്നിച്ചു കൂട്ടിയാൽ 46. അതിനെ 12 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 10. ചന്ദ്രസ്ഥിത രാശിയായ വൃശ്ചികം മുതൽ എണ്ണിയാൽ 10ാം ഭാവം ചിങ്ങം. അതായത് മുകളിൽ കാണിച്ച ജാതകത്തിൻ്റെ ധനലഗ്നം ചിങ്ങമാണ്. ഈ ജാതകൻ്റെ ധനസ്ഥിതി ചിങ്ങലഗ്നം കൊണ്ട് സൂക്ഷ്മമായിട്ട് അറിയാൻ കഴിയും. ധനലഗ്നത്തിൽ നിൽക്കുന്നതോ നോക്കുന്നതോ ആയ ഗ്രഹങ്ങളിൽ ഏറ്റവും ബലമുള്ള ഗ്രഹത്തെ ആരാധിക്കുന്നത് ധനപുഷ്ടിയെ പ്രദാനം ചെയ്യും. ധനലഗ്നവുമായി ബന്ധമുള്ള ഗ്രഹങ്ങളുടെ ദശാപഹാരങ്ങളിൽ ആ ഗ്രഹങ്ങളെ മുൻപറഞ്ഞ രീതിയിൽ ആരാധിക്കുന്നതും ധനപുഷ്ടിയെ നൽകുന്നു. ധനലഗ്നത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുഭഗ്രഹങ്ങൾ, നോക്കുന്ന ശുഭഗ്രഹങ്ങൾ, ധനലഗ്നത്തിൻ്റെ കേന്ദ്ര ത്രികോണങ്ങളിൽ ശുഭഫലദാതാക്കളായി നിൽക്കുന്ന ഗ്രഹങ്ങൾ എന്നിവരുടെ ദശാപഹാര കാലങ്ങളിൽ ധനപ്രാപ്തിക്കുള്ള തൊഴിലുകൾ ചെയ്യുന്നത് വിജയത്തിലെത്തും. ധനലഗ്നത്തിൻ്റെ 6, 8, 12 എന്നീ ഭാവങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശാപഹാര കാലങ്ങളിൽ ധനപ്രാപ്തിക്കുള്ള തൊഴിലുകൾ, ധനസംബന്ധിയായ മറ്റ് പ്രവർത്തനങ്ങൾ എന്നിവയിൽ ഏർപ്പെട്ടാൽ ധനം നഷ്ടമായിരിക്കും ഫലം. ഇനി ധനലഗ്നവുമായി ബന്ധപ്പെട്ട ഓരോ ഗ്രഹങ്ങളെയും എങ്ങനെയാണ് പൂജിക്കേണ്ടതെന്ന് നോക്കാം. ധനലഗ്നവുമായി ബന്ധപ്പെട്ട ഗ്രഹം ആദിത്യനായാൽ ശിവനെയാണ് ഭജിക്കേണ്ടത്. ശിവന് കൂളമാല ചാർത്തുക, ഏകമുഖ രുദ്രാക്ഷം ധരിക്കുക, കുബേരയന്ത്രം ധരിക്കുക, പാർവതീദേവിക്ക് ചുവന്ന പട്ട് സമർപ്പിക്കുകയും അതുപോലെ തന്നെ ജന്മനക്ഷത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം നടത്തി കൂവളച്ചമത, പേരാൽച്ചമത ഇവ ഹോമിക്കുക എന്നിവയൊക്കെ സമ്പൽ സമൃദ്ധിയെ പ്രദാനം ചെയ്യും എന്നറിയുക. ഇനി ഗ്രഹം, അതായത് ധനലഗ്നവുമായി ബന്ധപ്പെട്ട ഗ്രഹം ചന്ദ്രനായാൽ ഭുവനേശ്വരിക്ക് പൗർണമി ദിനത്തിൽ വെള്ളപ്പട്ട് സമർപ്പിക്കുക, ഭഗവതി സേവ നടത്തുക, ജന്മനക്ഷത്രം തോറും ശ്രീസൂക്തം കൊണ്ടും വെളുത്ത പൂക്കളാലും അർച്ചന നടത്തുക. ലളിതാ സഹസ്രനാമം നിത്യവും ജപിക്കുന്നതും ഉത്തമമാണ്. ഇനി ധനലഗ്നവുമായി ബന്ധപ്പെട്ട ഗ്രഹം കുജനായാൽ, ഋണകാരകനാണ് കുജൻ എന്നറിയാമല്ലോ. ഋണമോചന യന്ത്രം ധരിക്കുന്നത് മൂലം കടനിവാരണവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും. ബഹളാമുഖി പൂജ, യന്ത്രധാരണം എന്നിവയും കടനിവാരണം നൽകും. സുബ്രഹ്മണ്യനാണ്, അതായത് ഈ ഒരു ധനലഗ്നം ഓജരാശിയും കുജനും ബന്ധപ്പെടുകയാണെങ്കിൽ സുബ്രഹ്മണ്യനെയാണ് ഭജിക്കേണ്ടത്. സുബ്രഹ്മണ്യന് പ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യുക.
അടുത്തത് ബുധനാവുകയാണെങ്കിൽ, അതായത് ധനലഗ്നവുമായി ബന്ധപ്പെട്ട ഗ്രഹം ബുധനാവുകയാണെങ്കിൽ ഗുരുവായൂരപ്പനോ ശ്രീകൃഷ്ണനോ പച്ചപ്പട്ട് ചാർത്തുക, ലക്ഷ്മി നാരായണ പൂജ നടത്തുക, രാജഗോപാല യന്ത്രം ധരിക്കുക തുടങ്ങിയവ അനുഷ്ഠിക്കാം. ഇനി ധനലഗ്നവുമായി ബന്ധപ്പെട്ട ഗ്രഹം വ്യാഴമായാൽ മഹാവിഷ്ണുവിന് മഞ്ഞപ്പട്ട് ചാർത്തുക, ലക്ഷ്മി നാരായണ പൂജ നടത്തുക, പ്രസ്തുത സ്തോത്രം ലക്ഷ്മി നാരായണ സ്തോത്രം ജപിക്കുക, മഞ്ഞ പുഷ്യരാഗം ധരിക്കുക, സാളഗ്രാമം വീട്ടിൽ ശുദ്ധിയോടെ സൂക്ഷിച്ച് പാലഭിഷേകം ചെയ്യുക. അതുപോലെ തിരുപ്പതി വെങ്കടേശ്വരമൂർത്തിയെ ഭജിക്കുന്നതും അനുകൂല ഫലം നൽകും. ഇനി ധനലഗ്നവുമായി ബന്ധപ്പെട്ട ഗ്രഹം ശുക്രനായാൽ ജന്മനക്ഷത്രം തോറും മഹാലക്ഷ്മി പൂജ, വെളുത്ത പൂക്കൾ കൊണ്ട് അർച്ചന, ലക്ഷ്മി കവചം, ശ്രീസൂക്തം, ലക്ഷ്മി മന്ത്രങ്ങൾ തുടങ്ങിയവയുടെ ജപം, അന്നപൂർണേശ്വരി ഭജനം, ജന്മനക്ഷത്രം തോറും അന്നദാനം, വജ്രധാരണം, ലക്ഷ്മി ദേവിക്ക് വെളുത്ത പട്ട് സമർപ്പണം ഇവയെല്ലാം ഫലപ്രദമായിരിക്കും. ഇനി ധനലഗ്നവുമായി ബന്ധപ്പെട്ട ഗ്രഹം ശനിയായാൽ ഇന്ദ്രനീലധാരണം, അതുപോലെ തന്നെ വീട്ടിലെ നീലത്താമര ശുദ്ധിയോടെ വളർത്തുന്നതും, ശാസ്താവിന് നീലപ്പട്ട് സമർപ്പിക്കുന്നതും, ഏകമുഖ രുദ്രാക്ഷം ധരിക്കുന്നതും, നീലപ്പൂക്കൾ കൊണ്ട് ശനീശ്വരൻ അർച്ചന നടത്തുന്നതും ഒക്കെ നല്ലതായിരിക്കും. ഇനി ധനലഗ്നവുമായി ബന്ധപ്പെട്ട ഗ്രഹം രാഹുവായാൽ സർപ്പങ്ങൾക്ക് വിളക്ക് വയ്ക്കുക, നാഗയക്ഷിക്ക് പട്ട് ചാർത്തുക, നാഗപഞ്ചമി ദിവസം പാലഭിഷേകം, നൂറും പാലും തുടങ്ങിയവ നടത്തുക ഒക്കെ അനുഷ്ഠിക്കാം. ഇനി ധനലഗ്നവുമായി ബന്ധപ്പെട്ട ഗ്രഹം കേതുവായാൽ ലക്ഷ്മി വിനായക മന്ത്രം ഉപയോഗിച്ച് ജന്മനാൾ തോറും ഗണപതി ഹോമം നടത്തുക, കറുകക്കൂമ്പ് 3 കൂട്ടിക്കെട്ടി ത്രിമധുരത്തിൽ മുക്കി ഹോമിക്കുന്നതും ഐശ്വര്യപ്രദമാകും. ഇങ്ങനെ പിന്നെ ഗ്രഹങ്ങളെയും അതിൻ്റെ ദേവതകളെയും ഒക്കെ അലങ്കാര രൂപത്തിൽ ആരാധിക്കുന്നത് ഐശ്വര്യപ്രദമാണ്. അതായത് അവർക്ക് വിധിച്ച നിറത്തിലുള്ള പട്ട് സമർപ്പിക്കുകയും വിധിച്ചിട്ടുള്ള പൂ കൊണ്ടുള്ള മാല ചാർത്തുകയും അർച്ചന നടത്തുകയും ആഭരണങ്ങൾ ചാർത്തുകയും ഒക്കെ തുടങ്ങിയ രീതിയിലുള്ള വഴിപാടുകളൊക്കെ ഐശ്വര്യപ്രദമാണ്. ജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുവദിക്കുന്ന പരിധിവരെയുള്ള സാമ്പത്തിക പുരോഗതിയായിരിക്കും ഈ വക കർമ്മങ്ങളിലൂടെ ഒരു വ്യക്തിക്ക് കൈവരിക. ഞാൻ പൊതുവായിട്ട് ചെയ്യാവുന്ന ചില കർമ്മങ്ങളെപ്പറ്റി കൂടി പറയാം. ഋഗ്വേദ അന്തർഗതമായ ശ്രീസൂക്തം, ഭാഗ്യസൂക്തം തുടങ്ങിയവ കൊണ്ട് ജന്മനക്ഷത്രം തോറും അർച്ചന നടത്തുന്നത് സാമ്പത്തിക പുരോഗതിയെ നൽകും. ലക്ഷ്മി ദേവി, അന്നപൂർണേശ്വരി ദേവതകളെ താമരപ്പൂ കൊണ്ട് പൂജിക്കുകയും ത്രിപുരസുന്ദരി യന്ത്രം, ധനാകർഷണ യന്ത്രം തുടങ്ങിയവ വിധിപ്രകാരം എഴുതി ധരിക്കുകയും ഒക്കെ ചെയ്യുന്നതും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കും. നവരത്നമോതിരം ധരിക്കുക, ഗൃഹത്തിൽ വിധിപ്രകാരം എഴുതിയ ശ്രീചക്രം സ്ഥാപിക്കുക, വലംപിരിശങ്ക് വീട്ടിൽ വെച്ച് ആരാധിക്കുക, വീട്ടുമുറ്റത്ത് ശുദ്ധമായ താമര വളർത്തുക, പവിത്ര മോതിരം ധരിക്കുക, മേരു രൂപത്തിലുള്ള ശ്രീചക്രം വീട്ടിൽ സ്ഥാപിക്കുക തുടങ്ങിയവയൊക്കെ സമ്പൽ സമൃദ്ധികരങ്ങളാണ്. തിരുപ്പതി വെങ്കടാചലപതിയെ ആരാധിക്കുന്നതും ലക്ഷ്മി നാരായണ പൂജ നടത്തുന്നതും ലക്ഷ്മി കവചം, കനകാധാരാസ്തവം, ലക്ഷ്മി സൂക്തം, ശ്രീ സൂക്തം, ഭാഗ്യലക്ഷ്മി മന്ത്രം തുടങ്ങിയവ ജപിക്കുന്നതുമൊക്കെ സമ്പൽ സമൃദ്ധികരമായ കാര്യങ്ങളാണ്. ഓരോരുത്തരും അവരവരുടെ ജാതക പരിശോധനയിലൂടെ ധനലഗ്നം ഏതെന്ന് മനസ്സിലാക്കി ധനലഗ്നത്തിൽ സ്ഥിതി ചെയ്യുന്നതും ദൃഷ്ടി ചെയ്യുന്നതുമായ ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തി സമ്പൽ സമൃദ്ധി ഉറപ്പാക്കുക. അടുത്ത ഒരു വീഡിയോയിലൂടെ ജാതകത്തിൽ കാണുന്ന ധനയോഗങ്ങളെ പറ്റിയും പ്രത്യേകിച്ച് ലക്ഷ്മി യോഗത്തെ പറ്റിയുമൊക്കെയും അതുപോലെ തന്നെ ധനവാനായ ആളുകളുടെ ജാതകത്തിൽ കാണുന്ന ധനയോഗത്തെ പറ്റിയുമൊക്കെ പറയുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കിട്ടുവാനായിട്ട് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുതേ. ഏവർക്കും ലക്ഷ്മി കടാക്ഷം ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.